ഓണത്തിന് മുന്നേ ഞാൻ ആഗ്രഹിച്ചതാണ് കേട്ടോ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യണം. ഓണത്തിന് മുന്നേ നല്ല പക്ക ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. അങ്ങനെ ഞാൻ പലതരത്തിലുള്ള യൂട്യൂബിൽ കുറേ ടിപ്സും കാര്യങ്ങളും എഗ് ഡയറ്റ് ചെയ്തു. ഒരു തവണ ബനാന ഡയറ്റ് ചെയ്തു. പിന്നെന്തുവാ അങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തു. അങ്ങനെ യൂട്യൂബിൽ കണ്ട എല്ലാ വീഡിയോസും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എഗ് ഡേറ്റ് പക്ഷേ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് 1 വീക്ക് ഞാൻ കറക്റ്റ് ചെയ്തു. പക്ഷേ എഗ് ഡേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയപ്പോൾ 1 കിലോ 1.5 കിലോ ആണ്ട് കുറഞ്ഞു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പിന്നെ വീണ്ടും ബാക്ക് ടു നോർമൽ. അത് കണ്ടിന്യൂസ് ആയിട്ട് അത് കൊണ്ടുപോകാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇതേപോലെ തന്നെ ഞാൻ നോർമലായിട്ട് ഞാൻ കാലത്ത് എനിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പിന്നെ അധികം താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും ഓഫീസ് ടൈം 1 നമ്മൾ ഫുഡ് കഴിക്കില്ല. അപ്പോൾ 1 to 8 അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതും ഇതേപോലെ തന്നെ ഒന്നും അങ്ങോട്ട് ക്ലിക്കാവുന്നില്ല കേട്ടോ. അപ്പോൾ ഓണത്തിന് മുന്നേ തടി കുറയ്ക്കാം എന്നുള്ളൊരിത് അതോടുകൂടി ഫ്ലോപ്പായി, നല്ലപോലെ ഫ്ലോപ്പായി. ഇനി ഓണത്തിന് ബിഫോർ ആയിട്ട് ഒന്ന് പിടിച്ചാലാണ് തടി കുറയുള്ളൂ. അല്ലെങ്കിൽ ഓണം കഴിഞ്ഞ് വരുമ്പോഴേക്കും സീനാവും, ഭയങ്കര തടിയായിരിക്കും. ഓണത്തിന് ഓൾറെഡി നമുക്ക് ഫ്രൈഡേ മുടക്കാണ്. അപ്പോൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒക്കെ 3 ദിവസത്തെ ഇത് കഴിഞ്ഞ് വരുമ്പോൾ അടിപൊളിയായിരിക്കും. അതും സദ്യയാണ് ഉണ്ടാക്കാൻ പോണത്. കുഞ്ഞൊരു കുട്ടി സദ്യയാണ് ഉണ്ടാകും. അപ്പോൾ സാമ്പാറും കാബേജും പായസം നമ്മളെക്കൊണ്ട് നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചെറിയ സദ്യ. അപ്പോൾ എന്താ വെച്ചാൽ അധികം കഴിച്ച് വരുമ്പോൾ വീക്കെൻഡിക്കും കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല തടി വയ്ക്കും. ഒരു ദിവസം കൊണ്ട് തന്നെ നല്ലൊരു 1 കിലോ എത്തും. അതെനിക്ക് എന്തായാലും ഉറപ്പാണ്. സോ അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ തന്നെ ഞാൻ വിചാരിച്ചു. ഇന്ന് തന്നെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഞാനൊരു 1 മന്താണ് കേട്ടോ നോക്കുന്നത്. ഒരു 1 മന്ത് ഒരു വെയിറ്റ് ലോസ് ജേർണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമുക്ക് സന്തോഷമുള്ള സമയത്താണ് നമ്മൾ നല്ല പോലെ തടി വയ്ക്കണത്. നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ഒരു സമയത്തായിരിക്കും നമ്മൾ നല്ല പോലെ തടി ഉണ്ടാവുക. സോ അതിനെ എൻജോയ് ചെയ്യണം. സോ എൻജോയ് ദാറ്റ് ടൈം. ഓക്കെ, അത്രേ പറയാനുള്ളൂ. നമുക്ക് വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കായി നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് പിടിക്കില്ല എന്ന് പറയില്ല, അതേപോലെ നമ്മൾ ഇതാവും. അപ്പോൾ ദൈവം സഹായിച്ച് നമുക്ക് ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും സന്തോഷമുള്ളത് കൊണ്ടായിരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ആ ഒരു ബാക്ക് ടു ഒരു തടിക്കും വെച്ച് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സന്തോഷമാണെന്ന് പറഞ്ഞ് തടി വെച്ചിരുന്ന് കഴിഞ്ഞാൽ അവസാനം ആരോഗ്യം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല. നമ്മളൊന്ന് ആലോചിക്കാം, നമ്മുടെ ഇത്രയും ഭാരമുള്ള ഈ ശരീരത്തിന് താങ്ങാനുള്ളത് ആകെ കൂടിയുള്ള ഈ 2 കാലുകളാണ്. ഇത്രയും പ്രഷർ ഈ കാലുകൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഞാൻ എന്തായാലും വിചാരിച്ചു ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇതെന്തായാലും 1 മന്ത് ഡയറ്റിങ് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കാൻ പോവാണ്. ഒരു മാസത്തിനുള്ളിൽ. എൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 155 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു 55 ഒരു റേഞ്ചിൽ, ഒരു 60 ആയാലും കുഴപ്പമില്ല. ഈ ഒരു റേഞ്ചിൽ ഇതാണ് എൻ്റെ മാക്സിമം ആയിട്ടുള്ള എനിക്ക് വെയിറ്റ് വേണ്ടത്. സോ ഞാനിപ്പോൾ അതിനേക്കാളും ഒരു ഹൈ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 70 കിലോനായിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു 2 ദിവസം മുന്നേ നോക്കിയപ്പോൾ 70 കിലോനായിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് ഞാൻ പിടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാൻ പോവാണ്. ഞാൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സെപ്റ്റംബർ 1 സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ സമയത്ത് എൻ്റെ ഹെൽത്ത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല, ഇന്നിപ്പോൾ 2-ാം തീയതി ആയിട്ടുള്ളൂ. ഒരു ദിവസത്തെ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ എൻ്റെ കൂടെ കൂടുന്നുണ്ടോ ഡയറ്റിങ്ങിന്? അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് തുടങ്ങാം. എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ടിപ്സ് കാര്യങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നേറാമല്ലോ. നമുക്ക് ഒരുമിച്ച് തടി കുറയ്ക്കാമല്ലോ. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളേക്ക് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഞാൻ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യാൻ പോണത് ഷുഗർ കട്ടാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് ഒരു ടീ ഞാൻ കുടിക്കാറുണ്ട്. ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു കോഫി കുടിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ തിരിച്ച് വരുമ്പോൾ വൈകിട്ട് വന്നാൽ ഇടയ്ക്ക് ചേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ചായ ഇട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ ഈ 3 ടീ ഒരു ദിവസം തന്നെ കുടിക്കാറുണ്ട്. അത് വിത്ത് ഷുഗറാണ് കുടിക്കാറുള്ളത്. സോ അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കട്ടാക്കാൻ പോവാണ്, ഷുഗർ കട്ട്. പിന്നെ ഈ കേക്ക്, ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് അധികം ഞാൻ അങ്ങോട്ട് കഴിക്കുന്നില്ല. എനിക്ക് തോന്നി കോഫിയാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് അവിടെ ഓഫീസിൽ കോഫി ഇട്ടിട്ട് കുടിക്കാം കേട്ടോ. കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളതിങ്ങനെ ഫ്രീ ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്തോ ആ സമയത്തേക്ക് നമ്മൾ പോയിട്ട് കോഫി ഇട്ട് കുടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അതൊരു ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉഷാറ് കിട്ടി ഇപ്പം എന്തായി നല്ലൊരു അവസ്ഥയിലെത്തി. സോ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോണത് ഷുഗർ കട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്
ക്വാണ്ടിറ്റി കുറയ്ക്കാനാണ്, പോർഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിക്കും മലയാളികളാണ്, നമ്മൾ ചോറ് നല്ലപോലെ കഴിക്കും, കറികളൊക്കെ നമ്മൾ കഴിക്കും. ഇത് ഒറ്റയടിക്ക് ചോറ് അങ്ങോട്ട് വേണ്ട എന്ന് വെച്ചിട്ട് ഈ കാർബ് എന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തിയിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്, നമ്മുടെ ശരീരത്തിന് വേണ്ടതുമാണ് ഈ കാർബ്. അപ്പോൾ അത് ടോട്ടലി ചോറ് സ്കിപ്പ് ചെയ്തിട്ട് എടുക്കാമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല നല്ല വേയാണ്. കാരണം ഞാൻ ഇതിന് മുന്നേ എഗ് ഡയറ്റും ബനാന ഡയറ്റും ഞാൻ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് റൈസ് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ ആ സമയത്ത് നമ്മൾ 1 കിലോ 2 കിലോയ്ക്ക് നമ്മൾ കുറയും. പക്ഷെ അതൊരു 1 വീക്ക് ആണല്ലോ നമ്മളൊരു എഗ് ഡയറ്റ് എടുക്കുന്നത്. പിന്നെ ബാക്ക് ടു നമ്മൾ നോർമലിക്ക് വരുമ്പോൾ പിറ്റേ ദിവസം നമ്മൾ കുറച്ച് റൈസ് കഴിച്ചാലും ഇതാക്കും. പിന്നെ ആദ്യത്തെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു 1/2 കിലോയ്ക്ക് പോണത് നമ്മുടെ വാട്ടറിൻ്റെ ആണെന്ന് അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷേ എഗ് ഡയറ്റും ബനാന ഡയറ്റൊക്കെ എടുത്ത സമയത്ത് എൻ്റെ ഹെയർ നല്ല പോലെ ലോസ് ആയിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഡയറ്റ് പ്ലാൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഇപ്പോഴത്തെ ഡയറ്റ് പ്ലാനിൽ 1 മന്ത് ഡയറ്റ് പ്ലാനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഷുഗർ കട്ട് മസ്റ്റ്, ആൻഡ് ദെൻ നമ്മുടെ ഫുഡ് ഉണ്ടല്ലോ അത് നമ്മൾ പോർഷൻ കൺട്രോളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് ക്വാണ്ടിറ്റി വളരെ കുറച്ച്, അതേപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കൂടുതൽ ആഡ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. മുഴുവനായിട്ട് ഞാൻ റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളും എൻ്റെ കൂടൊപ്പം കൂടെ ഒരു 30 ഡേയ്സ് ചലഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാമല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ലോസ് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും കൂടണം കേട്ടോ. ഓക്കെ.